പുന്നപ്രയുടെ പോരാളിക്ക് വയലാറിന്റെ വീരനായകന് വീരോചിതമായ യാത്രയപ്പ് നൽകുകയാണ്, വിട ചൊല്ലുകയാണ് VS-ന്റെ സഖാക്കൾ. ഒന്നോടൊന്ന് ഏറ്റുവിളിച്ച് ഒരു നിമിഷാർത്ഥം ഇടവേളയില്ലാതെ അവർ കണ്ണേ കരളെ VS എന്ന്, ഞങ്ങളുടെ നെഞ്ചിലെ റോസാപ്പൂവേ എന്ന് ഏറ്റുവിളിക്കുന്നു. ഇടമുറിയാതെ മുദ്രാവാക്യങ്ങൾ, ആ മുദ്രാവാക്യങ്ങൾ ഒരു താരാട്ട് പോലെ VS ഉറങ്ങുകയാണ്. തലസ്ഥാന നഗരിയിലൂടെ VS-ന്റെ യാത്രയാണ്. പ്രിയപ്പെട്ട പ്രവർത്തന കേന്ദ്രമായിരുന്ന AKG സെന്റർ, സംസ്ഥാന പാർട്ടി ആസ്ഥാനമായിരുന്ന AKG സെന്ററിൽ നിന്ന് AKGയുടെ പേരിൽ ഒരു പക്ഷേ VS-ന് പാരസ്പര്യമുണ്ടെങ്കിൽ അത് AKGയുമായാണ്. അമരാവതിയിൽ AKG സമരം നയിക്കുമ്പോൾ, പാവങ്ങളുടെ പടത്തലവനായി AKG സമരം നയിക്കുമ്പോൾ, ഇങ്ങ് കുട്ടനാട്ടിൽ മിച്ചഭൂമി സമരത്തിലായിരുന്നു VS. അങ്ങനെ AKGയുമായി ചേർത്ത് വെക്കാവുന്ന പേരായിരുന്ന VS ഇപ്പോൾ AKG സെന്ററിൽ നിന്ന്, AKG പഠന ഗവേഷണ കേന്ദ്രമായി മാറിയ പഴയ സംസ്ഥാന കമ്മിറ്റി ഓഫീസിൽ നിന്ന് വേലിക്കകത്ത് വീട്ടിലേക്ക്, മകന്റെ വീട്ടിലേക്ക് മടങ്ങുകയാണ്. പ്രിയ സഖാക്കളുടെ ഇടമുറിയാത്ത മുദ്രാവാക്യം വിളികൾ. തലസ്ഥാനത്ത് ഒരു പുഴ പോലെ ചുവന്ന കൊടി താഴ്ത്തിക്കെട്ടി സഖാക്കൾ അങ്ങനെ നിരനിരയായി നീങ്ങുകയാണ്. പാർട്ടിയുടെ പിറവിക്ക് കാരണക്കാരനായ, അന്ന് ഡാങ്കയോട് പിണങ്ങിയിറങ്ങിയ 31 പേരിലൊരാളായ VS, അവശേഷിച്ച പാർട്ടിക്ക് ജന്മം നൽകിയ നേതാക്കളിൽ ഒരാളായ, ഏറ്റവും ഒടുവിലത്തെ ആളായ VS-ഉം വിട ചൊല്ലുകയാണ്. തലസ്ഥാനം VS-ന് വിട നൽകുന്നു. VS വിടവാങ്ങിയ വാർത്ത അറിഞ്ഞത് മുതൽ AKG സെന്ററിലേക്ക് നിലയ്ക്കാത്ത പ്രവാഹമായിരുന്നു. ആ നീണ്ട നിര നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ മണിക്കൂറുകളിൽ കാത്തുനിന്ന് ഒരു നോക്ക് കാണാനായി VS-നെ, പ്രിയ നേതാവിനെ, അവസാനമായി ഒരു അഭിവാദ്യം, മുഷ്ടി ചുരട്ടി ഒരു മുദ്രാവാക്യം മുഴക്കാൻ കാത്തുനിന്ന ആയിരക്കണക്കിന് മനുഷ്യർ, അവരുടെ അഭിവാദ്യങ്ങൾ ഏറ്റുവാങ്ങി VS മടങ്ങുന്നു. സമരേതിഹാസമാണ് VS, വീരചരിതമാണ്. അത് ഇനി ആവർത്തിക്കുമോ എന്നതറിയില്ല. VS-ന് തുല്യം VS മാത്രമെന്ന് എത്ര മനുഷ്യരാണ് ഇന്ന് പറഞ്ഞത്. VS-ന്റെ തണൽ, VS-ന്റെ കരുതലൊക്കെ അനുഭവിച്ചറിഞ്ഞ മലയാളികൾ നൂറ്റാണ്ടുകാലം മറക്കാനാവാത്തതാണ് VS ഈ മലയാളക്കരയ്ക്ക് സംഭാവന ചെയ്ത, അദ്ദേഹത്തിന്റെ പ്രവർത്തനത്തിൽ ഈ നാടിന് നൽകിയ സംഭാവനകൾ. ഷഫീദ് റാവുത്തർ ചേരുന്നുണ്ട്. ഷഫീദ്, അങ്ങനെ AKG സെന്ററിൽ നിന്ന് അറബിക്കടലിന് സമാന്തരമായ ഒരു കടൽ പോലെ മനുഷ്യർ, സഖാക്കൾ, VS-ന്റെ പ്രിയ സഖാക്കൾ അങ്ങനെ ഒഴുകി നീങ്ങുകയാണ്. ഉറപ്പായിട്ടും പ്രവർത്തകരുടെ ഒരു ചെങ്കടൽ, അതിനൊക്കെ അപ്പുറത്തേക്ക് നമുക്കറിയാം ആവേശഭരിതമായിട്ടുള്ള മുദ്രാവാക്യം, അവസാന യാത്രയപ്പാണ്. VS എന്ന് പറയപ്പെടുന്ന രണ്ടക്ഷരം കേരളത്തിന്റെ കർമ്മമണ്ഡലത്തിൽ, കേരളത്തിന്റെ സാമൂഹ്യ മണ്ഡലത്തിൽ ഇതുവരെ അടയാളപ്പെടുത്തിയുള്ള ചരിത്രമൊക്കെയും AKG സെന്ററിന്റെ അകത്തും പുറത്തും അദ്ദേഹം നടത്തിയ നിലയ്ക്കാത്ത പോരാട്ടങ്ങളായിരുന്നു. ആ നിലയ്ക്കാത്ത പോരാട്ടങ്ങളുടെ ഒരു ഉള്ളറിവായി ഇവിടെ നിലയ്ക്കാത്ത ജനപ്രവാഹമായിരുന്നു. ആ മനുഷ്യരൊക്കെ VS-നെ അവസാനമായൊരു നോക്ക് കാണാൻ കഴിഞ്ഞവരും കഴിയാത്തവരും എന്ന് പറയപ്പെടുന്ന രണ്ട് പക്ഷത്തിലിരുന്നു കൊണ്ട് VS-ന് അവസാന യാത്ര ഇപ്പോൾ പാർട്ടിയുടെ ഔദ്യോഗിക സംസ്ഥാന കമ്മിറ്റി ഓഫീസായി മുൻപ് പ്രവർത്തിച്ചിരുന്ന AKG സെന്ററിൽ നിന്നും VS-ന് ഒരു യാത്ര നൽകിയിരിക്കുന്നു. ആ യാത്ര ഇനി പോകുന്നത് അദ്ദേഹത്തിന്റെ PMG ബാട്ടൺ ഹീദിലുള്ള വേലിക്കകത്തെ വീട്ടിലാണ്. നമുക്കറിയാം VS-നെ കേരളത്തിന്റെ അവകാശ സമരങ്ങളുടെ VS എന്നും ഒരാൾക്കൂട്ടമായിരുന്നു. ആൾക്കടലിൽ അലിഞ്ഞ് VS അങ്ങനെ മടങ്ങുകയാണ്. പ്രിയപ്പെട്ട സഖാക്കളുടെ മുദ്രാവാക്യങ്ങൾ ഒരു താരാട്ട് പോലെ കേട്ട് VS-ന്റെ മടക്കം. VS-നെ അനുഗമിച്ച് വലിയൊരാൾക്കൂട്ടം. എല്ലാ കാലത്തും VS ഒരാൾക്കൂട്ടമായിരുന്നു. VS ആൾക്കൂട്ടത്തിന്റെ വികാരമായിരുന്നു. അത് പാർട്ടി അവഗണിച്ച കാലങ്ങളിലും ആ ആൾക്കൂട്ടം VS-നെ അവഗണിക്കാനാവില്ല എന്ന് ആർത്തലച്ചത് ആ ആൾക്കൂട്ടമായിരുന്നു. ഇപ്പോൾ വീണ്ടും തലസ്ഥാന നഗരിയിലൂടെ ഒരു യാത്ര. AKG സെന്ററിൽ നിന്ന് ബാട്ടൺ ഹില്ലിലുള്ള മകന്റെ വീട്ടിലേക്ക്, വേലിക്കകത്ത് വീട്ടിലേക്ക് തന്നെ VS മടങ്ങുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തിലേറെക്കാലമായി ആശുപത്രിവാസം, അതിനിടയിൽ പലകുറി ആരോഗ്യനില മോശമാവുകയും പിന്നീട് മെച്ചപ്പെടുകയും ചെയ്ത് അങ്ങനെ വീണ്ടും ഒരു മടങ്ങി വരവ് എന്ന് സഖാക്കളൊക്കെയും പ്രതീക്ഷിച്ചു. എല്ലാ തവണത്തെയും പോലെ VS വീണ്ടും മടങ്ങി വരും എന്ന പ്രതീക്ഷയായിരുന്നു. അത് അസ്തമിച്ചത് ഇന്ന് വൈകുന്നേരമാണ്. ഒടുവിൽ തലസ്ഥാന നഗരിയിലൂടെ ഒരു ചെങ്കടൽ പോലെ മനുഷ്യർ, സഖാക്കൾ, പ്രിയ സഖാക്കളുടെ മുദ്രാവാക്യങ്ങൾ മുഴങ്ങുന്ന വീതിയിലൂടെ VS മടങ്ങുന്നു.